അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അറബ് സാഹിത്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമായിരുന്നു അൽ അസ്റുൽ ജാഹിലി, ജാഹിലി കാലഘട്ടം. ജാഹിലി കാലഘട്ടത്തിലെ കവിതകൾക്കും പ്രഭാഷണങ്ങൾക്കും കവികൾക്കും വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നു. ഇന്നും വലിയ പ്രാധാന്യത്തോടു കൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ് അശ്ശഅറുൽ ജാഹിലി, അന്നസറുൽ ജാഹിലി, അശ്ശുഅറാ ഉൽ ജാഹിലിയൂൻ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ടും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷനാണ് അൽ അസ്റുൽ ജാഹിലി. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് അശ്ശഅറു ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലെ കവിതയെക്കുറിച്ചാണ്. അശ്ശഅറു ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിൽ മറ്റേത് കലകളെക്കാളും ഏറ്റവും കൂടുതൽ സമൃദ്ധമായി നിന്നിരുന്ന ശാഖയായിരുന്നു ഷിഅർ, കവിതാ മേഖല എന്നുള്ളത്. കവിതയും കവികൾക്കും അന്നുണ്ടായിരുന്ന സ്ഥാനവും പ്രാധാന്യവും വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ധാരാളം കവിതകളും ഈ ഒരു കാലഘട്ടത്തിൽ കാണപ്പെടാൻ കഴിയുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ അൽ മുഅല്ലഖാത്തുസ് സബ്അ, ജാഹിലി കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളായ 7 മുഅല്ലഖകൾ. അശ്ശുഅറാ ഉസ്സാലീഖ്, ജാഹിലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശുഅറാ ഉസ്സാലീഖ് എന്ന് വിളിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം കവികൾ. അയ്യാമുൽ അറബ്, ജാഹിലി കാലഘട്ടത്തിൽ നടന്നിരുന്ന അറബികളുടെ യുദ്ധങ്ങൾ. അസ്വാഖുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ. ഈ മാർക്കറ്റുകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു സാഹിത്യത്തെ വളർത്തുന്നതിൽ. കാരണം അത്തരം സംഗമങ്ങളും വേദികളുമായിരുന്നു കവികളും പ്രഭാഷകരൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നത്. ഖബാഇൽ ശുഅറാ, ജാഹിലി കാലഘട്ടത്തിലെ കവികളുടെ പ്രധാനപ്പെട്ട കബീലകൾ ഏതൊക്കെയാണ്? ഇത്തരം വിഷയങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. അശ്ശഅറു ഫിൽ അസ്രിൽ ജാഹിലി, ആദ്യമായിട്ട് ജാഹിലി കാലഘട്ടത്തിലെ കവിതയെക്കുറിച്ചുള്ള ആമുഖമായ ചില വിവരങ്ങളാണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അവ്വലു മൻ നളമൽ ഖസായിദ, ആദ്യമായിട്ട് ഖസീദ, കവിതാ സമാഹാരം, കവിത എഴുതിയതായിട്ട് അറബ് ലോകത്ത് അറിയപ്പെടുന്നത് അൽ മുഹൽഹിലു ബിൻ റബീഅ, മുഹൽഹിലു ബിൻ റബീഅ എന്ന കവിയാണ്. ഖാലുംറിൽ ഖൈസ്, ഇമ്രുൽ ഖൈസ് എന്ന പ്രസിദ്ധനായ കവിയുടെ അമ്മാവനായ മുഹൽഹിലു ബിൻ അബി റബീഅ എന്നവരാണ് അവ്വലു മൻ നളമൽ ഖസായിദ, കവിത ആദ്യമായി രചിക്കുന്നത്. അമീറു ശുഅറാ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ കവികളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇമ്രുൽ ഖൈസ്. ഇമ്രുൽ ഖൈസ് ആണ് ആ ഒരു സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നത്, അമീറു ശുഅറാ ഫിൽ ജാഹിലിയ. അഷ്ഹറുൽ ഖസായിദ് ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലെ കവിതകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായി അറിയപ്പെടുന്ന കവിതകൾ, ഒന്ന് അൽ മുഅല്ലഖാത്തുസ് സബ്അ, 7 മുഅല്ലഖകൾ. കഅബയിൽ തൂക്കപ്പെട്ടിരുന്ന 7 കവിതകൾ ഉണ്ടായിരുന്നു, ദീർഘമായ കവിതകൾ. ഈ കവിതകൾ ജാഹിലി കാലഘട്ടത്തിലെ കവിതകളിൽ ഏറ്റവും പ്രശസ്തമായതാണ്. അൽ മുഅല്ലഖാത്ത് എന്നാണ് അവകൾക്ക് വിളിക്കപ്പെടുന്നത്. മറ്റൊന്നാണ് അൽ മുഫല്ലലിയാത്ത്, അൽ മുഫല്ലലിയാത്ത് എന്ന ഒരു കവിതാ സമാഹാരം. അൽ മുഫല്ലലുൽ ലബ്ബി എന്ന പണ്ഡിതനാണ് അത് സമാഹരിച്ചത്. അതുകൊണ്ടാണ് അൽ മുഫല്ലലിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൽ മുഫല്ലലിയാത്തിന്റെ വിശദീകരണം, അവൽ വ അക്ബറു മജ്മുഅത്തിൻ ശഅരിയത്തിൻ ലിശുഅറാഇൽ അറബ്, അറബി കവികളുടെ ആദ്യമായ ഒരു കവിതാ സമാഹാരമാണ്. വലിയത്, ഏറ്റവും വലിയതും ആദ്യത്തേതുമായി അറിയപ്പെടുന്നത് അൽ മുഫല്ലലിയാത്ത് ആണ്. ജമഅഹു അൽ മുഫല്ലൽ അൽ-ലബ്ബി, മുഫല്ലലുൽ ലബ്ബി എന്ന പണ്ഡിതനാണ് ഇത് സമാഹരിച്ച് ക്രോഡീകരിച്ച് തയ്യാറാക്കിയത്. അതിനാണ് അൽ മുഫല്ലലിയാത്ത് എന്ന് വിളിക്കുന്നത്. ഈ മുഫല്ലലിയാത്ത് എന്നതും മുഅല്ലഖാത്ത് എന്നീ 2 കവിതാ സമാഹാരങ്ങളാണ് ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കവിതാ സമാഹാരങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അൽ മുഅല്ലഖാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കവിതാ സമാഹാരമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ മുഅല്ലഖാത്ത്. കുത്തിബത്ത് ബിമാഇ ദഹബി, സ്വർണത്തിന്റെ മഷി കൊണ്ട് തുണിയിൽ എഴുതപ്പെട്ടിട്ട് വഉല്ലിഖത് അലൽ കഅബത്തി, കഅബയിൽ തൂക്കിയിടപ്പെട്ടിരുന്നു ഈ കവിതാ സമാഹാരങ്ങൾ. അത്രമാത്രം പവിത്രതയും ആദരവും നൽകിയിരുന്നു ജാഹിലി കവികൾ കവിതകൾക്ക്. അതുകൊണ്ട് തന്നെ കഅബയുടെ ചുമരിൽ തൂക്കിയിടപ്പെട്ടിരുന്നത് കൊണ്ടാണ് അൽ മുഅല്ലഖാത്ത് എന്ന് ഇവകൾക്ക് വിളിക്കപ്പെടുന്നത്. അല്ലഖ യുഅല്ലിഖു, മുഅല്ലഖ് എന്നൊക്കെ പറയുമ്പോൾ തൂക്കിയിടുക എന്നാണ് ആ പദത്തിനർത്ഥം. ഹമ്മാദുർ റാവിയ,
ഹമ്മാദു റാവിയ എന്ന പണ്ഡിതനാണ് ഹുവ അവ്വലു മൻ ജമഅഹ, ജാഹിലിയ കാലഘട്ടത്തിലെ ഈ കവിതാ സമാഹാരങ്ങളെ ക്രോഡീകരിച്ച് ഫി മത്ലഇൽ അഹ്ദിൽ അബ്ബാസി കാലഘട്ടത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഇതിനെ ക്രോഡീകരിച്ച് ഒരൊറ്റ ഗ്രന്ഥത്തിനകത്താക്കുന്നത് ഹമ്മാദു റാവിയ എന്ന പണ്ഡിതനാണ്. വസമ്മാഹ, അദ്ദേഹം നൽകിയ പേരാണ് അൽ മുഅല്ലഖാത്ത് എന്നത്. വേറെയും ചില പേരുകളിൽ മുഅല്ലഖാത്ത് വിളിക്കപ്പെടാറുണ്ട്. അസ്സുമൂത്ത് എന്ന പേരിൽ വിളിക്കപ്പെടാറുണ്ട്. അൽ മുദ്ഹബാത്ത്, അസ്സബ്ഉ അൽ അശ്ർ, അസ്സബ്ഉ 7 അല്ലെങ്കിൽ അൽ അശ്ർ 10. 7 10 എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് 7 മുഅല്ലഖാത്ത്, അതുകൊണ്ടാണ് മുഅല്ലഖാത്തു സബ്ഉ, അല്ല മുഅല്ലഖാത്തുൽ അശ്ർ 10 കവിതകളുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. അസ്സബ്ഉ തിവാൽ, ദീർഘമായ 7 കവിതകൾ, നല്ല ദൈർഘ്യമുള്ള കവിതകളായിരുന്നു, അതുകൊണ്ടാണ് അസ്സബ്ഉ തിവാൽ എന്ന് ഇവകൾക്ക് വിളിക്കപ്പെടുന്നത്. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയെ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് മുഅല്ലഖാത്തു സബ്ഉ. ആരൊക്കെയാണ് ഷുഅറാ ഉൽ മുഅല്ലഖാത്ത്? ഈ മുഅല്ലഖ ഖസീദകളുടെ കവികൾ ആരൊക്കെയായിരുന്നു? അവർ 10 പേരെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 10 പേരുണ്ട് എന്നുള്ള ആ അഭിപ്രായത്തിലാണ് ഈ 10 പേരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇമ്രുഉൽ ഖൈസ്, തറഫത്ത് ബിനുൽ ആബ്ദ്, സുഹൈർ ബിൻ അബി സുൽമ, ലബീദ് ബിൻ റബീഅ, അംറു ബിൻ കുൽസൂം, അന്നാബിഗത്തു ദുബിയാനി, അൽ അഅ്ശ ഖൈസ്, ഉബൈദ് ബിനുൽ അബ്റസ്, അൻതറത്ത് ബിൻ ഷദ്ദാദ്, അൽ ഹാരിത്ത് ബിൻ ഹില്ലിസ. ഇവരാണ് ഷുഅറാ ഉൽ മുഅല്ലഖാത്ത്. 10 മുഅല്ലഖ കവികളുടെ ആളുകൾ ഇവർ 10 പേരാണ്. ഇനി അവരുടെ കവിതകളുടെ വിശദീകരണം നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാൻ പറ്റും. അവരുടെ കവിയുടെ പേര്, ഷാഇറുൽ മുഅല്ലഖ, കവിയുടെ പേര് ഇവിടെയുണ്ട്. ഖാഫിയത്തുൽ മുഅല്ലഖ, ആ ഖസീദയുടെ അവസാന ലെറ്റർ ഏതായിരുന്നു? ഓരോ അറബ് ഖസീദകൾക്കും ഖാഫിയ ഉണ്ടാകും, അവസാനത്തെ ലെറ്റർ. എല്ലാ ബൈത്തും ആ ഒരു ലെറ്ററിലായിരിക്കും അവസാനിക്കുക. ഇമ്രു ഖൈസിന്റെ ഖസീദ ലാമിയയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഖസീദയുടെ എല്ലാ ബൈത്തിന്റെയും അവസാനം ലാമു കൊണ്ടാണ് അവസാനിക്കുന്നത്. അവസാനം ലാമു കൊണ്ടാണ്. അങ്ങനെ ആ ദീർഘമേറിയ ഖസീദയിൽ എല്ലാം ലാമു കൊണ്ടാണ്. ആ ഖസീദ ഏത് ബഹറിലാണ്, ബഹറുൽ മുഅല്ലഖ ഏത് ബഹറിലാണ് എന്ന് ബഹറു തൊവീലിലാണ്. ഈ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇമ്രുൽ ഖൈസ് ലാമിയ തൊവീൽ, ബഹറു തൊവീൽ. സുഹൈർ ബിൻ അബി സുൽമ മീമിയ അത്തൊവീൽ. അൻതറത്ത് ബിൻ ഷദ്ദാദ് മീമിയ ബഹറുൽ കാമിൽ. ലബീദ് ബിൻ റബീഅ ഹായിയ അൽ കാമിൽ. തറഫത്ത് ബിൻ അബ്ദ് ദാലിയ അത്തൊവീൽ. അംറു ബിൻ കുൽസൂം നൂനിയ ബഹറുൽ മുഅല്ലഖ വാഫിർ. നാബിഗത്തു ദുബിയാനി ദാലിയ അൽ ബസീത്ത്. ആഷ ഖൈസ് ലാമിയ ബസീത്ത്. ഹാരിത്ത് ബിൻ ഹില്ലിസ ഹംസി, അവസാനം മുഴുവൻ ഹംസയാണ്. അൽ ഖഫീഫ് ബഹറുൽ ഖഫീഫ്. ഉബൈദ് ബിൻ അൽ അബ്റസ് ബായിയത്തുൻ അൽ ബസീത്ത്. ഇങ്ങനെയാണ് ഈ 10 കവിതകളുടെ വിശദീകരണം നിങ്ങൾക്ക് ഈ സ്ക്രീനിലൊക്കെ കാണാൻ പറ്റും. ഇനി ജാഹിലിയ കാലഘട്ടത്തിലെ മറ്റൊരു കവികളായിരുന്നു അശ്വാറ ഉസ്സാലീഖ് എന്ന് വിളിക്കപ്പെടുന്ന കവികൾ. അശ്വാറ ഉസ്സാലീഖ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഷ്വാറ ഉസ്സാലീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട കവികൾ. അവർ പാവപ്പെട്ട ദരിദ്രരായ കവികളായിരുന്നു. അവരുടെ ദാരിദ്ര്യം മൂലം, സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം മറ്റുള്ളവരെ കൊള്ളയടിക്കലും മറ്റുള്ളവരെ ആക്രമിക്കലൊക്കെ ആയിരുന്നു ഇവരുടെ ഹോബി, അതായിരുന്നു ഇവരുടെ ജോലി. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ കവിത ചൊല്ലി പ്രശസ്തരായ ആളുകളാണ് ഈ കാണുന്ന ആളുകൾ. അവർക്കാണ് ഷ്വാറ സാലീഖ് എന്ന് വിളിക്കുന്നത്. ഇവര് മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും യാത്രക്കാരെ തടഞ്ഞ് നിർത്തി അവരിൽ നിന്നും അപഹരിക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു ഇവരുടെ ഒരു ഹോബി. അശ്ശൻഫർ അൽ അസ്ദി, ഉർവത്ത് ബിനുൽ വർദ്, തഅബ്ബത ശർറൻ, അബൂ ഖിറാഷ് അൽ ഹുദലി, ഇവരൊക്കെ അശ്വാറ സാലീഖിൽ പെടുന്ന ആളുകളാണ്. ഷംഫർ അൽ അസ്ദിയുടെ പേരാണ് സാബിത്ത് ബിനു ഔസ് ലാമിയത്തുൽ അറബ്, അദ്ദേഹത്തിന് വിളിക്കപ്പെടുന്ന പേരാണ് ലാമിയത്തുൽ അറബ്. ലാമിയത്തുൽ അറബ് എന്ന ടൈറ്റിലിൽ അറിയപ്പെടുന്നത് അശ്ശൻഫർ അൽ അസ്ദി എന്ന കവിയാണ്. ഉർവത്ത് ബിനുൽ വർദ്, അദ്ദേഹത്തിന് ഉർവത്തു സാലീഖ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഉർവത്തു സാലീഖ്, പാവപ്പെട്ട ഇവരുടെയൊക്കെ കവി. തഅബ്ബത ശർറൻ യഥാർത്ഥത്തിലുള്ള പേര് സാബിത്ത് ബിനു ജാബിർ എന്നാണ്, മിൻ ഖബീലത്തി ഫഹ്. അബൂ ഖിറാഷ് അൽ ഹുദലി ഖുവൈലിദത്തു ബിനു മുറ. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലെ ഒരു വിഭാഗമായിരുന്നു അശ്വാറ ഉസ്സാലീഖ് എന്നവർ. അവരെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പരാമർശിക്കുന്നു മാത്രം.
ജാഹിലിയ കാലഘട്ടത്തിൽ കവിതകൾ ഇത്രമാത്രം അഭിവൃദ്ധിപ്പെടാൻ ഉണ്ടായിരുന്ന ഒരു കാരണമായിരുന്നു അൽ അസ്വാഖുൽ ജാഹിലിയ. അവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റുകൾ, അവിടുത്തെ പട്ടണങ്ങൾ, അതിൽ ധാരാളം ചർച്ചകളൊക്കെ നടക്കും, ഉത്സവങ്ങൾ നടക്കും. ഈ സീസണുകളിലൊക്കെ കവിതകളും കവികളൊക്കെ നന്നായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൂഖ് ഉഖാൽ, ഉഖാൽ ചന്ത. ഉഖാൽ ചന്ത, ഉഖാൽ എന്നത് മക്കാനുൻ ബൈന ഖറിയത്തി നഖ്ല വ മക്ക. നഖ്ല, മക്ക എന്നീ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ഒരു ദേശമാണ് ഉഖാൽ എന്നത്. തുസമ്മ മലിക്കത്തൽ അസ്വാഖ്. സൂഖ് ഉഖാലിന് ചന്തകളുടെ രാജ്ഞി എന്നാണ് വിളിക്കപ്പെടുന്നത്. മലിക്കത്തുൽ അസ്വാഖ്, ചന്തകളുടെ രാജ്ഞി. ഏറ്റവും വലിയ ചന്തയായിരുന്നത് സൂഖ് ഉഖാൽ. തുഖാമു ഫി ദിൽഖഅദ 1 to 20. ദുൽഖഅദ 1 മുതൽ 20 വരെയുള്ള സീസണിലായിരുന്നു എല്ലാ വർഷവും സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. പിന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാർക്കറ്റുകളാണ്, അവിടുത്തെ ചന്തകളാണ് സൂഖ് മജന്ന, സൂഖു ദുൽ മജാസ്, ദൗമത്തുൽ ജന്തൽ. ഇതൊക്കെ അൽ അസ്വാഖുൽ ജാഹിലിയയിൽ ഉൾപ്പെടുന്നവയാണ്. അയ്യാമുൽ അറബ്. ജാഹിലിയ കാലഘട്ടത്തിൽ അറബുകൾക്കിടയിൽ ധാരാളം യുദ്ധങ്ങൾ നടന്നിരുന്നു. ഈ യുദ്ധങ്ങളും അവിടുത്തെ കവിതകളിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അവരുടെ അധിക കവിതകളും ഇത്തരം യുദ്ധങ്ങളെ സംബന്ധിച്ചിട്ടായിരുന്നു. കവിതകളുടെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് പരസ്പരമുള്ള യുദ്ധങ്ങളും ഗോത്ര സംഘടനകളൊക്കെ ആയിരുന്നു. അഭിമാനം പറയലും ഫഖർ പറയലും ഒക്കെ ആയിരുന്നു കൂടുതലും. ഓക്കെ, ഇസ്മുൽ ഹർബ് പ്രധാനപ്പെട്ട ജാഹിലിയ കാലഘട്ടത്തിലെ ചില യുദ്ധങ്ങളുടെ പേരാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഏതൊക്കെ കബീലകൾ തമ്മിലായിരുന്നു എന്ന് ഇവിടെയും കാണാൻ പറ്റും. ഹർബുൽ ബസൂസ് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു. 40 വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു യുദ്ധമാണ് ഹർബുൽ ബസൂസ്. ബക്കർ വ തഗ്ലബ് എന്നീ 2 ഗോത്രക്കാർക്കിടയിലായിരുന്നു. ദാഹിസ് വൽ ഖബറാ എന്ന യുദ്ധം അബ്സ് വ ദുബിയാൻ എന്നീ ഗോത്രക്കാർക്കിടയിൽ. പിന്നെ ഹർബുൽ ഫിജാർ. ഹർബുൽ ഫിജാർ എന്നത് ഖുറൈഷ് വ ഗത്ഫാൻ എന്നീ 2 ഗോത്രങ്ങൾക്കിടയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുട്ടിയായിരിക്കുന്ന സമയത്ത് പങ്കെടുത്തിരുന്നു ഈ യുദ്ധത്തിൽ. ഖുറൈഷ് ഗത്ഫാൻ ഗോത്രക്കാർക്കിടയിലുള്ള യുദ്ധത്തിൽ ഹർബുൽ ഫിജാറിൽ പ്രവാചകർ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്നു. ഹർബുൽ ബുആത്ത്. ഔസ് ഖസ്റജ് എന്ന മദീനയിലെ പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളായിരുന്നു ഔസ് ഖസ്റജ്. അവർ തമ്മിലുണ്ടായിരുന്നതാണ് ഹർബുൽ ബുആത്ത്. പിന്നെ യോമു നജ്റാൻ, നജ്റാൻ യുദ്ധം, അത് ബനു തമീം ഓ ബനുൽ ഹാരിസ് എന്നീ ഗോത്രങ്ങൾക്കിടയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങളായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ പറയുമ്പോൾ ഇത്തരം യുദ്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജാഹിലിയ കവികളെ കുറിച്ച് പറയുമ്പോൾ ഷുഅറാഉൽ ബിലാത്ത്, ഷുഅറാഉൽ ബിലാത്ത് കൊട്ടാര കവികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചില ആളുകളുണ്ട്. ഇവർ കൂടുതലായിട്ടും കൊട്ടാരത്തിലും രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ കവിത പാടുകയായിരുന്നു ഇവരുടെ രീതി. തറഫത്ത് ബിനുൽ ആബിദ്, അന്നാബിഗത്തു സുബിയാനി, അൽ അഅ്ഷ മൈമൂൻ, ഈ 3 പേരാണ് ഷുഅറാഉൽ ബിലാത്ത്, കൊട്ടാര കവികൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഫുഹൂലു ഷുഅറാഇ സലാസ. ജാഹിലി കാലഘട്ടത്തിലെ കവിത്രയങ്ങൾ, 3 പ്രധാനപ്പെട്ട കവികൾ. എല്ലാ കാലഘട്ടത്തിലും കവിത്രയങ്ങൾ നമ്മൾ എണ്ണാറുണ്ട്. ഇങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിലെ കവിത്രയങ്ങളായി അറിയപ്പെടുന്നത് 1 ഇംറുഉൽ ഖൈസ്, 2 സുഹൈർ ബിൻ അബി സുൽമ, 3 അന്നാബിഗത്തു ദുബിയാനി. ഇവർ 3 പേരുമാണ് ജാഹിലിയ കാലഘട്ടത്തിലെ അശ്ശുഅറാഉ സലാസ, കവിത്രയങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. സുഇല യൂനുസ് അൻ അശ്അരിന്നാസ്. നമ്മൾ ഷുഅറാഉൽ മുഅല്ലഖാത്ത് 10 പേര് നമ്മൾ പേര് പറഞ്ഞു. അതിലുള്ള ചിലർക്കുള്ള ചില സവിശേഷതകളാണ് ഈ ഒരു സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. യൂനുസ് എന്ന പണ്ഡിതനോട് ചോദിക്കപ്പെട്ടു, അൻ അശ്അരിന്നാസ്, ഏറ്റവും നല്ല കവി ആരാണ്, ജാഹിലിയ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കവി ആരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അശ്അറുന്നാസി ഇദാ റകിബ, കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല കവി ഇമ്രുഉൽ ഖൈസ്, ഇമ്രുഉൽ ഖൈസ് ആണ്. അതായത് കുതിരയെ വിശേഷിപ്പിക്കാനും കുതിര സവാരിയെ കുറിച്ച് പറയാനൊക്കെ പറയുന്ന അത് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്നത് ഇമ്രു ഖൈസിനാണ്. അതുകൊണ്ട് അശ്അറുന്നാസ് ഇദാ റകിബ, വാഹനപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്ന സമയത്ത്, കുതിര സവാരി ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല കവി ഇമ്രു ഖൈസ് ആണ്. നെക്സ്റ്റ് ഇദാ റഹിബ, ഇദാ റഹബ, പേടിക്കുന്ന സമയത്ത്, രാജാവിൽ നിന്നും പേടിച്ചുകൊണ്ട് മാപ്പപേക്ഷിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കവിത പാടാൻ കഴിവുള്ള ആൾ അന്നാബിഗത്തു ദുബിയാനി, നാബിഗത്തു ദുബിയാനിയാണ്. ഇദാ റഗബ, എന്തെങ്കിലും ആഗ്രഹിക്കുന്ന സമയത്ത്, രാജാവിൽ നിന്നും വലിയ ഗിഫ്റ്റ്സോ സമ്മാനങ്ങളോ പ്രതീക്ഷിച്ചുകൊണ്ട് കവിത പാടുന്ന സമയത്ത് ഏറ്റവും മികച്ചതായി കവിത പാടുന്നത് സുഹൈർ ബിൻ അബി സുൽമയാണ്.
ഇതാ ത്വറബ, നന്നായി ആനന്ദിക്കുന്ന സമയത്ത്, മദ്യപിച്ചോ അല്ലെങ്കിൽ നന്നായി ഉല്ലസിച്ചുകൊണ്ട് കവിത പാടുന്ന സമയത്ത് ഏറ്റവും മനോഹരമായി കവിത കേൾപ്പിക്കുന്നത് അൽ ആയിഷ മൈമൂനാണ്. ഇങ്ങനെയാണ് യൂനുസ് എന്ന പണ്ഡിതന് ജാഹിലിയ കാലഘട്ടത്തിലെ കവികളെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ പരീക്ഷകളിൽ ചോദിക്കപ്പെടാനിടയുണ്ട്. അഷ്ആറുന്നാസ് ഇദാ റക്കിബ ആരാണ്? ഇമ്രുഉൽ ഖൈസ്. അല്ലെങ്കിൽ ഇദാ ത്വറബ ആയിഷ മൈമൂൻ. ഈ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അവസാനമായിട്ട് ഖബായിലു ശുആറാ, ജാഹിലിയ കാലഘട്ടത്തിലെ കവികളുടെ കബീലകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോ കവിയെക്കുറിച്ചും അവരുടെ വിശദീകരണങ്ങൾ ശേഷം നൽകുന്നുണ്ട്. പക്ഷെ ഒരു ആമുഖം എന്നോണം ഇവരുടെ എല്ലാവരുടെയും കബീലകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇമ്രുഉൽ ഖൈസ് അൽ കിന്ദി, കിന്ദ എന്ന കബീലയാണ് ഇമ്രുഉൽ ഖൈസ്. ഇമ്രുഉൽ ഖൈസ് അൽ കിന്ദി. അൻതറത്ത് ബിൻ ഷദ്ദാദ് അൽ അബസി, അബസ് കബീല. طرفة بن العبد البكري بكر. الحارث بن حلزة البكري. സുഹൈർ ബിൻ അബി സുൽമ അൽ മുസ്നി മുസൈന എന്ന കബീലക്കാരനായിരുന്നു. അംറു ബിൻ കുൽസൂം അത്തഗ്ലബി തഗ്ലബ്. അഅഷ മൈമൂൻ അൽ ഖൈസി ഖൈസ്. ലബീദ് ബിൻ റബിയ അൽ ആമിരി ബനു ആമിർ കബീലക്കാരനായിരുന്നു. ഇതാണ് ജാഹിലിയ കാലഘട്ടത്തിലെ കവികളുടെ പ്രധാനപ്പെട്ട കബീലകൾ. അപ്പോൾ ഈ കബീലകളും നമ്മൾ മനസ്സിലാക്കി വെക്കുക. കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ പരമാവധി ചോദിക്കപ്പെടുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്ന വിഷയങ്ങൾ, ആദ്യമായിട്ട് നമ്മൾ മുഅല്ലഖാത്തു സബ്ഇനെ കുറിച്ച് ചർച്ച ചെയ്തു. ആ 10 ആളുകളുടെ പേര് മനസ്സിലാക്കി. മുഅല്ലഖാത്തു സബ്ഇന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി. അശ്ശുഅറാഉ സ്സാലിഖ് എന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു വിഭാഗത്തെക്കുറിച്ച് പഠിച്ചു. അയ്യാമുൽ അറബ്, ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ. അസ്വാഖുൽ ജാഹിലിയ, അവിടുത്തെ ചന്തകൾ. അവസാനം ഖബായിലു ശുഅറാ, കവികളുടെ കബീലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.